ആ ഹായ് നിമ്മി, എത്ര നാളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. വഴക്ക് പറയാൻ വേണ്ടിയാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ നിമ്മിയെ കണ്ടില്ലെങ്കിൽ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ മനസ്സിനെ. തമാശിച്ചതാണോ? വിചാരിച്ചതൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രം നേടിയതിന്റെ ഈ വൃത്തികെട്ട സന്തോഷം അതെന്റെ മുന്നിൽ പ്രകടിപ്പിക്കരുത്. നിർമ്മല അത് കണ്ട് സഹിക്കില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഹലോ, ഇത് എന്റെ വീടാ. ഇവിടെ എനിക്ക് തോന്നുന്ന ഭാവങ്ങളൊക്കെ ഞാൻ പ്രകടിപ്പിച്ചു എന്ന് വരും. അത് കാണാൻ നിന്നാരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. ഓ, അതെന്റെ ഗതികേടാ. ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, അത് നിങ്ങളുടെ തണലിൽ നിന്ന് നശിച്ചു പോകുന്നത് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. ബെല്ല ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ വരും. എന്നെ തടയാൻ നിങ്ങളുടെ നാവ് പൊന്തില്ല. ഇല്ല, നീ ഇപ്പൊ പറഞ്ഞത് സത്യ. വീട്ടിൽ കയറി വരുന്നവരോട് ഇറങ്ങിപ്പോവാൻ പറയാറില്ല. സ്വന്തം മണ്ണിൽ ചവിട്ടി നിന്നോണ്ട് ഒരാൾ വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അത് വരുന്നവര് മനസ്സിലാക്കണം. അതിന് സംസ്കാരം വേണം. ഓ, കോശിയും സംസ്കാരത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയോ? കൊള്ളാം. ഒന്നോർത്ത, ഇതൊക്കെ നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുന്നവർക്കാ അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ യോഗ്യത. കള്ളൻ അറിയാവുന്നത്രയും കളവ് പോലീസിന് അറിയില്ലല്ലോ. നീ എന്താ എന്നെ ഗുണദോഷിക്കാൻ വന്നാണോ? ഞാൻ പാഴ്വേലകൾ ചെയ്യാറില്ല കോശി. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. അവളിവിടെ ഇല്ലേ? അയ്യോ, അപ്പൊ അവള് നിർമ്മലയോടൊന്നും പറഞ്ഞില്ലേ? എന്ത്? പോന്നതിന് മുമ്പ് അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞതാണല്ലോ ഞാൻ. കഷ്ടമായി വന്നില്ല അല്ലേ? നിന്ന് വട്ടം ചുറ്റാതെ കാര്യം പറ കോശി. എവിടെ എന്റെ മോള്? ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് വലിയ മോഹമായിരുന്നല്ലോ നിന്റെ മോൾക്ക്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അവൾക്ക് അത് സാധിച്ചു കൊടുത്തു. അവള് പോയി. 2 ദിവസം മുമ്പ് അവൾ ഓസ്ട്രേലിയയിലേക്ക് പറന്നുപോയി. കള്ളം പറയരുത്. ആ പണം കണ്ടുപിടിച്ച വാശിക്ക് നിങ്ങൾ അവളെ എന്ത് ചെയ്തു? അവളെ കൊണ്ട് പോവാനാ ഞാൻ വന്നത്. മര്യാദയ്ക്ക് അവളെ എവിടെയുണ്ടെന്ന് പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഈ നിർമ്മല ആരാണെന്ന് നിങ്ങൾ അറിയാം. നിർത്തണേ. എന്നെ എന്ത് ചെയ്യും നീ? പിടിച്ചങ്ങ് വിഴിയും കളയോ? പണ്ടെങ്ങോ സംഭവിച്ചു പോയൊരു കൈബദ്ധത്തിന്റെ പേരില് നിന്നെ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഞാൻ. അതൊരു അവസരമാക്കി എടുത്തിട്ട് വീണ്ടും വീണ്ടും തലേ കയറി നിരങ്ങാൻ വന്നണ്ടല്ലോ. ആ പഴയ കുറ്റബോധം ഞാൻ മറക്കും. കോശി ദുഷ്ടനാ, അറിയാലോ നിനക്ക്. ഒരിക്കൽ എന്റെ കത്തിമുനയിൽ നിന്ന് രക്ഷപ്പെട്ടു വെച്ച് ഇനി ഒരു ചാൻസ് എടുക്കണ്ട. നീ പറഞ്ഞില്ലെന്ന് വേണ്ട. ഭീഷണി കേട്ട് പേടിച്ചിട്ടില്ല ഞാൻ. ഒരിക്കൽ പിഴച്ചു പോയ ആയുധം ഇനിയും എടുക്കാം, എന്റെ നേരെ പ്രയോഗിക്കുകയും ചെയ്യാം. പക്ഷേ മരിച്ചു വീഴും വരെ നിർമ്മലയെ തടഞ്ഞു നിർത്താന്ന് കരുതണ്ട നിങ്ങള്. ബെല്ല എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ചെയ്തു വെച്ച മഹാപാപങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി ചോദിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരും ഞാൻ. ആ ഒരു നിമിഷം എനിക്കെന്റെ ദൈവം തരും. ബെല്ലയ്ക്ക് അമ്മയോ അച്ഛനോ എന്ന് അന്ന് തീരുമാനിക്കാം. അതുവരെ നിർമ്മല ജീവനോടെ ഇരിക്കും. കരുതിയിരുന്നോ താൻ? എന്താ നീ ചെയ്യാൻ പോകുന്നത്? ബെല്ലയെ കോശിക്കെതിരാക്കിയത് നീയാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അവളെ അടച്ചിട്ടാൽ രക്ഷിക്കാൻ നീ ഇറങ്ങുമെന്നും അയാൾ കണക്കുകൂട്ടി കാണും. ഇത് നിന്നെ അപകടപ്പെടുത്താനുള്ള ഒരു കെണിയാണെങ്കിലോ? എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് ഈ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനൊന്നും സംഭവിക്കില്ലമ്മ. അയാൾ ഇനി നമുക്കെതിരെ ഒന്നും ചെയ്യില്ല. ആ പണം കൈ കിട്ടിയില്ലേ, അതുമായി രക്ഷപ്പെടാൻ നോക്കും. അത്രേ ഉണ്ടാവൂ. അതിനു മുൻപ് നമ്മൾ അയാളെ പിടികൂടും. ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ? നമുക്ക് ആ പണം വേണ്ട. അയാൾ ഇവിടെ വിട്ടാൽ ബെല്ല തനിയെ സ്വന്തം രക്ഷ കണ്ടെത്തി പുറത്തിറങ്ങിക്കോളും. നീ ഇവിടുന്ന് അതിനുവേണ്ടി എങ്ങോട്ട് പോകുന്നില്ല, മനസ്സിലായില്ലേ? ഹരിയേട്ടാ, ഇത് കേട്ടില്ലേ? ഇവള് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അവൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഹരിയേട്ടാ, അപകടം മനസ്സിലാക്കാതെ അല്ലോട് പറയുന്നേ. ബെല്ലയെ അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ ഇവൾക്ക് മാത്രമേ കഴിയൂ. കോശിയുടെ മനസ്സ് ദേവിയെ കറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. അങ്ങനെ ഒരാൾക്ക് അയാളെ നേരിടാൻ പറ്റൂ. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ബെല്ലയെ നമ്മൾ ജീവനോടെ ഇനി കാണില്ല. അപകടമല്ലേ അത്? അവളെ രക്ഷിക്കാൻ പോയാൽ ഒന്നും സംഭവിക്കില്ല. മോള് ധൈര്യമായിട്ട് മൂവ് ചെയ്തു.
അച്ഛന്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ട്. താങ്ക് യു അച്ഛൻ. കോശി കളികൾ ഒരുപാട് കളിച്ചു അല്ലേ? വെറും കളിയല്ല, പിടിവിട്ട കളിയാ അച്ചായൻ കളിച്ചത്. എന്നിട്ട് കോശിക്ക് എന്തു പറ്റി? ഇവിടെ വരെ അച്ചായനൊന്നും പറ്റിയിട്ടില്ല. ഇത്രയും കൊലപാതകങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത വൃത്തികേടുകളൊക്കെ ചെയ്തിട്ടും അച്ചായന്റെ ഒരു രോമത്തെ തൊടാൻ പോലും ഇവിടുത്തെ പോലീസിനോ നിയമത്തിനോ പറ്റിയിട്ടില്ല. ഭാഗ്യം ചെയ്ത ജാതകമാണേ, ഒരു സംശയവും ഇല്ല. വെറും ഭാഗ്യമൊന്നുമല്ല, മഹാഭാഗ്യം. അതില്ലാത്തവനെ കൊലപാതകമൊന്നും ചെയ്യണ്ട. അത് നടന്ന സ്ഥലത്തൂടെ ഒന്ന് നടന്നു പോയാ മതി. ഈ വരെന്തെ കിട്ടി അകത്ത് പോകും. ഭാഗ്യം മാത്രല്ലടോ, എന്നോട് ആത്മാർത്ഥതയുള്ള കുറച്ചു പേരുടെ സഹായം കൂടി ഉണ്ട്. ആ കൂട്ടത്തില് തന്നെ എനിക്ക് മറക്കാൻ പറ്റും. ഒരു സർക്കിൾ ഇൻസ്പെക്ടറിന്റെ അധികാരം ഉപയോഗിച്ച് താൻ എനിക്ക് ഒരുപാട് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതൊന്നും മറക്കുന്നവനല്ല കോശി. ചെയ്യുന്ന സഹായങ്ങൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട്. തനിക്കും തന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട്. പക്ഷെ അതോടെ തീരുന്ന ബന്ധമല്ല നമ്മുടേത്. താൻ എനിക്കൊരു ശക്തിയായിരുന്നു, ധൈര്യമായിരുന്നു. അതുകൊണ്ട് മാത്ര ഇന്നീ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഇന്നത്തെ രാത്രി ഇത്ര വലിയ പ്രത്യേകത. നമ്മൾ എത്രയോ രാത്രികൾ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് കുടിച്ചിരുന്ന് സംസാരിച്ചിരിക്കുന്നു. അത് ശരിയാ. പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ അവസാനത്തെ മീറ്റിംഗ്. അയ്യോ, അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യം. അച്ചായ, ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് ഊരി പോരാം. അച്ചായ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. നിർത്തടോ. ആര് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു? അങ്ങനെ ചെയ്യുന്നില്ലേ? അച്ചായനെയും മറ്റും മാവോ കണ്ടപ്പോ ഞാൻ അങ്ങനെ വെറുതെ ചിന്തിച്ചു പോയി. ആത്മഹത്യയെ ഭീരുക്കളുടെ പരിപാടിയാണ്. കോശി ഒരു ധീരനാണ്. ധീരന് ചേർന്ന രീതി തന്നെ ഞാൻ ജീവിതത്തിൽ നേരിടും.